നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു പുതിയ ദിവസത്തിലേക്ക് രാവിലെയുടെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഒരുപാട് പ്രതീക്ഷകളുമായി ഒരു പുതിയ ദിവസം തുടങ്ങുകയാണ്. വലിയ വലിയ ചർച്ചകൾ നടക്കുന്നു. വിദേശകാര്യമന്ത്രി വാഷിംഗ്ടണിലുണ്ട്. വ്യാപാര കരാറിന്മേൽ ബാക്കി എന്തൊക്കെയാണ് ഇനി വരാനുള്ള പ്രതികരണങ്ങൾ എന്നതൊക്കെ നമ്മൾ കാത്തിരിക്കുകയാണ്. വിശദമായ എല്ലാ വാർത്തകളിലേക്കും നമുക്ക് എത്താം. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇന്നും നിയമസഭ പ്രക്ഷുബ്ധമാകും. അന്വേഷണം അട്ടിമറിക്കുന്നെന്നാരോപിച്ച് ശക്തമായ പ്രതിഷേധത്തിന് പ്രതിപക്ഷം. സഭാ കവാടത്തിൽ പ്രതിപക്ഷ എംഎൽഎമാരുടെ സത്യാഗ്രഹ സമരം തുടരുന്നു. സ്വർണ്ണക്കൊള്ള കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വാദം. എം നരവനെയുടെ കുറിപ്പിൽ ലോക്സഭയിൽ പ്രതിഷേധം തുടരാൻ കോൺഗ്രസ്. നന്ദി പ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയാൻ പ്രധാനമന്ത്രിയെ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷം. സസ്പെൻഡ് ചെയ്യപ്പെട്ട എംപിമാർ പാർലമെന്റ് കവാടത്തിൽ സത്യഗ്രഹമിരിക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അമേരിക്കയിൽ. ഇന്ത്യ US വ്യാപാര കരാറിന് പിന്നാലെ സന്ദർശനം. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തി. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയുടെ ആത്മഹത്യയിൽ കൂടുതൽ അന്വേഷണം. റോയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിൽ പങ്കുള്ളവരെ ചോദ്യം ചെയ്യും. ഭാര്യയുടെ മൊഴിയും രേഖപ്പെടുത്തും. CPM മുൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം ഇന്ന് പുറത്തിറങ്ങും. പ്രകാശന ചടങ്ങിന് കനത്ത സുരക്ഷ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം. ഇറാന്റെ ഡ്രോൺ അറബിക്കടലിൽ വെടിവെച്ചിട്ട് അമേരിക്ക. വെടിവെച്ചത് പടക്കപ്പലായ എബ്രഹാം ലിങ്കന് നേരെ എത്തിയപ്പോഴെന്ന് വിശദീകരണം. ഡ്രോണിൽ നിന്നുള്ള വിവരങ്ങൾ സുരക്ഷിതമെന്ന് ഇറാൻ. ഡ്രോൺ തകർത്തത് ഇറാനിയൻ തീരത്ത് നിന്ന് 500 മൈൽ അകലെ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇന്നും നിയമസഭ പ്രക്ഷുബ്ധമാകും. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സഭയിൽ ഉണ്ടായത്. ഇന്നലെ ഒരു വേള അൻവർ സാദത്ത് MLA സ്പീക്കറുടെ ഡയസിലേക്ക് കാൽ വയ്ക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഇന്നിനി എന്താണ് ഉണ്ടാകാൻ പോകുന്നത്? കേസ് അന്വേഷണം അട്ടിമറിക്കുന്നു എന്നാരോപിച്ച് ശക്തമായ പ്രതിഷേധത്തിന് തന്നെയാണ് പ്രതിപക്ഷം തീരുമാനമെടുത്തിട്ടുള്ളത്. സഭാ കവാടത്തിൽ 2 MLAമാരുടെ സത്യഗ്രഹ സമരവും തുടരുകയാണ്. ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി പറയുന്ന ധനമന്ത്രി കൂടുതൽ പ്രഖ്യാപനങ്ങൾ നടത്താൻ സാധ്യതയുണ്ട്. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് കാട്ടുന്ന അവഗണന അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന പ്രമേയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് കോടതി വാദം കേൾക്കും. കൊല്ലം വിജിലൻസ് കോടതിയാണ് വാദം കേൾക്കുക. 90 ദിവസം റിമാൻഡ് കാലാവധി പൂർത്തിയായതോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വാഭാവിക ജാമ്യം തേടിയത്. ആദ്യം അറസ്റ്റിലായ ദ്വാരപാലക കേസിൽ നേരത്തെ തന്നെ ജാമ്യം ലഭിച്ചിരുന്നു. ഇനി കട്ടിളപ്പാളി കേസിൽ കൂടി ജാമ്യം ലഭിച്ചാൽ പോറ്റിക്ക് ജയിലിന് പുറത്തിറങ്ങാനാകും. കേസിൽ പ്രതികളായ 3 പേരാണ് ഇതുവരെ ജാമ്യത്തിൽ ഇറങ്ങിയത്. മുരാരി ബാബു, സുധീഷ് കുമാർ എന്നിവർ സ്വാഭാവിക ജാമ്യം ലഭിച്ചും മറ്റൊരു പ്രതി ശ്രീകുമാർ അറസ്റ്റിലായി 43-ാം ദിവസവും പുറത്തിറങ്ങിയിരുന്നു. അതിനിടെ സ്വർണ്ണക്കൊള്ള കേസിൽ കൂടുതൽ പ്രതികളെ ചോദ്യം ചെയ്യാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം. ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാർ ഉൾപ്പെടെയുള്ളവർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ളയ്ക്കൊപ്പം കള്ളപ്പണ ഇടപാടും നടന്നുവെന്നാണ് ED അനുമാനം. കഴിഞ്ഞ ദിവസം 9 മണിക്കൂറാണ് മുരാരി ബാബുവിനെ ED ചോദ്യം ചെയ്തത്. ആവശ്യമെങ്കിൽ വീണ്ടും ഹാജരാകണമെന്ന നോട്ടീസ് നൽകിയാണ് മുരാരി ബാബുവിനെ ഇന്നലെ വിട്ടയച്ചത്. ഇനി അന്താരാഷ്ട്ര തലത്തിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. US-മായി ആണവ കരാർ ചർച്ചകളിലേക്ക് കടക്കുന്നതിനിടെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ആവർത്തിച്ചുള്ള പ്രകോപനങ്ങൾ. അമേരിക്കൻ യുദ്ധക്കപ്പൽ എബ്രഹാം ലിങ്കന് നേരെ ഇറാനിയൻ ഡ്രോൺ പാഞ്ഞെടുത്തു. US ഇത് വെടിവെച്ചിട്ടു. ഇതിനിടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം വിട്ടു നൽകില്ലെന്ന് അയത്തുള്ള അലി ഖമനേയി പറഞ്ഞതും ചർച്ചകളിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അജയ് സുധാ ബിജു വിവരങ്ങളുമായി. അജയ്, അമേരിക്കൻ പടക്കപ്പലിന് നേരെ ഒരു ഡ്രോൺ വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവർ ഏതു വിധേനയും അത് ചെറുക്കും. ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ വരുന്ന വാർത്തകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾക്ക് ഏതെങ്കിലും തരത്തിൽ ഈ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനങ്ങൾ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുമോ?
ശ്രീജ, ഇറാൻ രണ്ട് തരത്തിലും ഇക്കാര്യത്തിനോട് പ്രതികരിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ അവർ പറയുന്നത് ചർച്ചകൾക്ക് തയ്യാറാണ്, US-മായി സഹകരിക്കാൻ നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനകളെല്ലാം അവരുടെ വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം വന്നിരുന്നു. എന്നാൽ ആയത്തുള്ള അലി ഖമനയുടെ മുഖ്യ ഉപദേഷ്ടാവ് ഇപ്പോൾ നിലവിൽ പറയുന്നത് ഭീഷണിക്ക് വഴങ്ങി US-നോട് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല, സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് US-മായി വ്യാപാരം നടത്താൻ തങ്ങൾ വിസമ്മതിക്കുന്നു എന്നെല്ലാമാണ് ആയത്തുള്ള അലി ഖമനയുടെ മുഖ്യ ഉപദേഷ്ടാവ് പറഞ്ഞത്. എന്നാൽ ഈ ആണവ കരാർ ചർച്ചകളിൽ നിന്ന് ഇറാൻ പിന്നോട്ട് പോകുന്നതായി ഇദ്ദേഹം യാതൊരു സൂചനകളും നൽകിയിട്ടില്ല. ഇത്തരത്തിൽ പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകൾ അത് ഇറാന്റെ ഭാഗത്ത് നിന്ന് ആവർത്തിച്ച് തന്നെ വരുന്നുണ്ട്. ട്രംപ് എങ്ങനെയാണോ നിൽക്കുന്നത് അതിൽ നിന്ന് ഒരുപടി തങ്ങളും ഒട്ടും പിന്നോട്ടില്ല എന്നുള്ള തരത്തിൽ അതുപോലെ തന്നെ പ്രകോപനപരമായിട്ടുള്ള വാക്കുകളാണ് പലപ്പോഴും ഇറാന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. എന്നാൽ ഒരു സമന്വയ ചർച്ചയ്ക്ക് പലപ്പോഴും ഒരു നീക്കമുണ്ടാകുന്നത് അവരുടെ വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ്. അത്തരത്തിലാണ് ഒരു ഇസ്താംബൂളിൽ വെച്ചൊക്കെ ഒരു മധ്യസ്ഥ തല ചർച്ചകൾ ഈ അറേബ്യൻ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ നടത്താം എന്ന് ഇറാൻ പിന്നീട് സമ്മതിക്കുകയുൾപ്പെടെ ചെയ്തത്. ഇതിനിടയിൽ ഈ ചർച്ചകൾ മുന്നോട്ട് പോകുന്നതിനിടെയാണ് US-ന്റെ എബ്രഹാം ലിങ്കൺ യുദ്ധക്കപ്പലിന് നേരെ ഇത്തരമൊരു ആക്രമണം ഉണ്ടായത്. ഇതൊരു ആക്രമണമാണോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംഭവമാണോ എന്നൊന്നും സ്ഥിരീകരിക്കാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഇത്തരത്തിൽ ഇറാന്റെ തെക്കൻ തീരത്ത് നങ്കൂരമിട്ടിരിക്കുന്ന US-ന്റെ യുദ്ധക്കപ്പലായിട്ടുള്ള എബ്രഹാം ലിങ്കന് നേരെ ഒരു ഇറാനിയൻ ഡ്രോൺ പാഞ്ഞെടുത്തത്. ഈ ഡ്രോൺ ഉടൻ തന്നെ അവരുടെ സ്റ്റെൽത്ത് വിമാനം, അവരുടെ F-35C സ്റ്റെൽത്ത് വിമാനം നശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതൊരു നിരീക്ഷണ ഡ്രോൺ ആണെന്നാണ് നിഗമനം. എന്നാൽ ഇതൊരു US-ന്റെ ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ എബ്രഹാം ലിങ്കൺ കപ്പലിനും ഭീഷണിയായി വന്നത് കാരണമാണ് ഈ ഡ്രോൺ വെടിവെച്ചിട്ടതെന്നാണ് US-ന്റെ സെൻട്രൽ കമാൻഡ് വക്താവായിട്ടുള്ള ടീം ഹോക്കിൻസ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഇത് ഒരു അബദ്ധത്തിൽ ഈ US കപ്പലിന് നേരെ വന്നതാകാൻ വഴിയില്ല. കാരണം ഇറാന്റെ തെക്കൻ തീരത്ത് നിന്ന് ഏതാണ്ട് 800 കിലോമീറ്റർ മാറിയിട്ടാണ് US-ന്റെ കപ്പൽ നങ്കൂരമിടുന്നത്. അപ്പോൾ ഈ 800 കിലോമീറ്റർ കടന്ന് ഇറാന്റെ ഒരു ഡ്രോൺ പോകണം, അതും ഈ കപ്പൽ ലക്ഷ്യമാക്കി പോകണമെന്ന് പറയുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും US-ന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള രഹസ്യ വിവരങ്ങൾ ചോർത്താനായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഒരു നിഗമനത്തിൽ കണ്ടുകൊണ്ടാണ് US ഈ ഡ്രോൺ നിലവിൽ വെടിവെച്ചിട്ടത്. ഇതിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് നിലവിൽ പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അവരുടെ നിരീക്ഷണ ഡ്രോണുകളെല്ലാം സുരക്ഷിതമാണ് എന്നൊരു പ്രസ്താവന മാത്രമാണ് ഇറാനിൽ നിന്ന് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും ചർച്ചകൾ പുരോഗമിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. US-ന്റെ ഭാഗത്ത് നിന്ന് നിലവിൽ ഒരു സഹകരണം തന്നെയാണ് ഉണ്ടാകുന്നത്. ഇറാന്റെ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുന്നത് ചർച്ചകൾക്ക് തയ്യാറാണെന്നുമാണ്. ഇപ്പോൾ തുർക്കി പോലെയുള്ള രാജ്യങ്ങൾ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചുകൊണ്ട് ഇതിനോടകം തന്നെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ശരി, അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് ഇന്ത്യ US വ്യാപാര കരാറിന് പിന്നാലെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ US-ലെത്തി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നതാണ്. ഇരുവരും പുതിയ വ്യാപാര കരാറിനെ സ്വാഗതം ചെയ്തു. ഇന്ത്യ US ബന്ധം ശക്തിപ്പെടുത്താനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ഇരുവരും വ്യക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി കൃഷ്ണേന്ദു ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. കൃഷ്ണേന്ദു, ഇന്ത്യയെ സംബന്ധിച്ച് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നത് ഇന്നലെ വാണിജ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. ഇന്ത്യയുടെ മുന്നോട്ട് പോക്കിൽ ഈ വ്യാപാര കരാർ എത്രത്തോളം നിർണായകമായ പങ്ക് വഹിക്കുമെന്നും. ഇപ്പോൾ തൊട്ട് പിന്നാലെ തന്നെ ജയശങ്കർ US-ലെത്തിയിരിക്കുന്നു, വാഷിംഗ്ടണിലുണ്ട്. എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അവിടെയുള്ള പരിപാടികൾ? നമുക്കറിയുന്നതനുസരിച്ച് ഇപ്പോൾ മാർക്കോ റൂബിയോയെ കണ്ടിരിക്കുന്നു, ട്രഷറി സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. ഇനി ഒന്നിച്ചൊരു വാർത്താ സമ്മേളനം ഉണ്ടാവുമോ? ശ്രീജ, ഇന്ത്യയും US-ഉം തമ്മിലുള്ള വ്യാപാര കരാറിന് പിന്നാലെ, ഈ ഒരു തീരുമാനം ഉണ്ടായതിന് പിന്നാലെയാണ് S ജയശങ്കർ US-ലേക്ക് സന്ദർശനം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് മിനറൽസിനെ പറ്റിയുള്ളൊരു കൂടിക്കാഴ്ചയായിരുന്നു. അതിൻ്റെ പിന്നാലെ തന്നെ ഈ ട്രേഡ് ഡീലിൻ്റെ മറ്റ് കൂടുതൽ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ
എസ് ജയശങ്കർ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായും അതുപോലെ തന്നെ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റുമായും നടത്തിയ കൂടിക്കാഴ്ചയിലുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും ആശ്വാസകരമായ കാര്യം നമ്മുടെ ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിന് വളരെ ആശ്വാസകരമായ വാർത്തകളാണ് വരുന്നത്. നേരത്തെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയിരുന്ന 25% തീരുവ നേരെ കുറച്ച് 18% ആക്കിയിരുന്നു എന്നുള്ളത് നമ്മൾ ഇന്നലെ അറിഞ്ഞതാണ്. ഇതിന് പിന്നാലെ വരുന്നത് നികുതി കുറഞ്ഞതോടെ പല സാധനങ്ങൾക്കും വജ്രം അതുപോലെ തന്നെ നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ സാധനങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാകും. അതുപോലെ മറ്റൊരു സംഭവം എന്ന് പറയുന്നത് സ്വർണത്തിൻ്റെ കാര്യത്തിൽ, അതായത് ഈ ഒരു വാർത്ത പുറത്തു വന്നതോടെ നമ്മുടെ സെൻസെക്സ് നിഫ്റ്റി ഇത് കൂടിയിട്ടുണ്ട്. അതുപോലെ സ്വർണ്ണവിലയിൽ ചെറിയ കുതിപ്പുണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കൂടി വരുന്നുണ്ട്. പിന്നെ കൃഷ്ണേന്ദു, ഒരു പ്രധാനപ്പെട്ട ആശങ്കയുണ്ടായിരുന്നത് ഇന്ത്യയുടെ താല്പര്യങ്ങൾ എത്രത്തോളം ഇതിൽ സംരക്ഷിക്കപ്പെടുന്ന. നമുക്ക് നേരത്തെ അറിയാം, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പോലും US-ൽ നിന്ന് ഇറക്കുമതി ചെയ്യണം, പ്രത്യേകിച്ച് ചോളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇറക്കുമതി ചെയ്യണം എന്നൊരു നിബന്ധന നേരത്തെ വന്നിരുന്നു. അപ്പോൾ നമ്മുടെ താല്പര്യങ്ങൾ എത്രത്തോളം ഈ ട്രേഡ് ഡീലിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് പൊതുവെ ഉന്നയിക്കപ്പെടുന്ന ഒരാശങ്ക. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ടോ? ഇത് സംബന്ധിച്ചുള്ള വിവരം പറഞ്ഞതുപോലെ 25% നിന്ന് 18% കുറയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ എക്സ്പോർട്ടിങ്ങിന് വളരെയധികം മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. ഇത് എത്ര ശതമാനത്തോളം ഇതിനുള്ളൊരു മുന്നേറ്റം ഉണ്ടാകും എന്നുള്ളത് വ്യക്തമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ശ്രീജ, കൃഷ്ണേന്ദുവാണ് വിവരങ്ങൾ നൽകിയത്. അമേരിക്ക ഇന്ത്യ വ്യാപാര കരാറിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. ട്രഷറി സെക്രട്ടറിയുമായും കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട്. ഇനിയൊരു സംയുക്ത വാർത്താ സമ്മേളനം ഈ വിഷയത്തിൽ വരുമോ എന്നതാണ് നമുക്കറിയാവുന്നത്. ഇന്നലെ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലെ വിവരങ്ങൾ നമുക്കറിയാം. അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് ട്രംപിൻ്റെ അവകാശവാദങ്ങളാണ് പതിവ് പോലെ. ആ അവകാശവാദങ്ങൾക്കപ്പുറത്തേക്ക് എത്രത്തോളം നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യ ഉണ്ടാക്കിയ കരാർ എത്രത്തോളം സമ്മർദ്ദത്തിലാക്കി, ഇത്തരം വിവരങ്ങളൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. അത് വരും ദിവസങ്ങളിൽ നമുക്ക് ലഭ്യമാവും. ഈ ട്രേഡ് ഡീലിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇനി പാർലമെൻറ്റിലേക്ക് വന്നാൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് പാർലമെൻറ്റ് പ്രക്ഷുബ്ധമാവുന്ന തരത്തിലുള്ള പ്രതിഷേധമാണ് മുൻ കരസേനാ മേധാവി ജനറൽ MM നരവനെയുടെ ഓർമ്മക്കുറിപ്പുകളുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഇന്നും അത് തുടരാൻ തന്നെയാണ് സാധ്യത. രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാത്തതിൽ ലോക്സഭയിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അനുമതി നൽകിയില്ലെങ്കിൽ നന്ദി പ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയാൻ പ്രധാനമന്ത്രിയെ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് കോൺഗ്രസ് ഉള്ളത്. നന്ദി പ്രമേയ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി ഇന്ന് മറുപടി പറയാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. സസ്പെൻഡ് ചെയ്യപ്പെട്ട 8 MPമാർ ഇന്ന് പാർലമെന്റ് കവാടത്തിൽ സത്യഗ്രഹം തുടങ്ങും. രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, പ്രസിദ്ധീകരിക്കാത്ത ഒരു കുറിപ്പിനെ ചൊല്ലിയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ പാർലമെന്റ് ഇത്രയേറെ പ്രക്ഷുബ്ധമായത്. പക്ഷേ രാജ്യത്തിൻ്റെ നിർണായകമായൊരു ഘട്ടത്തിൽ പ്രധാനമന്ത്രി തീരുമാനമെടുക്കാതെ ഒഴിഞ്ഞുമാറി, അല്ലെങ്കിൽ അത് വൈകിച്ചു എന്നൊക്കെ പറയുന്ന വളരെ ഗൗരവമേറിയ ആരോപണങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കുമ്പോൾ അതിനൊരു മറുപടി ഉണ്ടാവേണ്ടതുണ്ട്. പക്ഷേ നമ്മൾ കാണുന്നത് അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകാതെ രാഹുൽ ഗാന്ധി അനുവദിക്കില്ല എന്നൊരു നിലപാടിലേക്ക് പോകുന്നതാണ്. ഇന്നിപ്പോൾ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയേണ്ടതുണ്ട്. കൂടുതൽ പ്രക്ഷുബ്ധമാവാനാണോ സാധ്യത? അതെ ശ്രീജ, പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷ പാർട്ടികളുടെയും തീരുമാനം. കാരണം തിങ്കളാഴ്ചയാണ് നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കവേ രാഹുൽ ഗാന്ധി MM നരവനെയുടെ പുസ്തകത്തിലെ ചില ഭാഗങ്ങൾ പരാമർശിക്കാൻ ശ്രമിച്ചത്. പ്രത്യേകിച്ച് ഗൽവാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പറയാൻ ശ്രമിച്ചപ്പോൾ തന്നെ ഭരണപക്ഷത്ത് നിന്ന്, പ്രത്യേകിച്ച് MPമാരുടെ ഭാഗത്തു നിന്നല്ല, കേന്ദ്രമന്ത്രിമാർ തന്നെ, സർക്കാരിലെ 2ാം നമ്പറോ അല്ലെങ്കിൽ 3ാം നമ്പറോ ആയിട്ടുള്ള പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ഒപ്പം തന്നെ അമിത്ഷാ, പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു തുടങ്ങിയവരൊക്കെ തന്നെ ശക്തമായി പ്രതിഷേധവുമായി തന്നെ രംഗത്ത് വരികയായിരുന്നു. ഇന്നലെയും അതിൻ്റെ ഏതാണ്ട് തനിയാവർത്തനം എന്ന് പറയാം. പക്ഷേ കുറച്ചുകൂടി കാര്യങ്ങൾ കടന്നു പോകുന്നതിലേക്ക് എത്തുകയും ചെയ്തു. കാരണം രാഹുൽ ഗാന്ധി ഇന്നലെയും ഈ വിഷയം ഉന്നയിക്കാൻ ശ്രമിച്ചു. പക്ഷേ സ്പീക്കർ മറ്റ് അംഗങ്ങളിലേക്ക് കടക്കുകയായിരുന്നു. തുടർന്ന് വലിയ പ്രതിഷേധത്തിന് സഭ വേദിയാവുകയും ചെയ്തു. കാരണം സർക്കാർ ഇന്നലെ തന്നെ വിശദീകരിച്ചിരുന്നത് സ്വാഭാവികമായും രാഹുൽ ഗാന്ധി മിനിഞ്ഞാന്ന് സംസാരിക്കേണ്ടതാണ്, പക്ഷേ അദ്ദേഹത്തിന് സംസാരിക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നും രാഹുൽ ഗാന്ധി ആ വിഷയം ഉന്നയിക്കുകയാണെങ്കിൽ മറ്റംഗങ്ങളെ സംസാരിക്കാൻ വിളിക്കും എന്നൊരു നിലപാടിലാണ് സ്പീക്കർ ഉണ്ടായിരുന്നത്. അത്തരം നടപടികളുമായി മുന്നോട്ട് പോയപ്പോൾ വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. പ്രത്യേകിച്ച് നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. ലോക്സഭാ സെക്രട്ടറി ജനറലിൻ്റെ ഇരിപ്പിടത്തിനടുത്ത് വരെ എത്തിയ അംഗങ്ങൾ
കടലാസ് കീറിയെറിയുകയും ചെയ്തു. തുടർന്നാണ് ഇപ്പോൾ 8 അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുണ്ട്. കോൺഗ്രസിന്റെ ചീഫ് വിപ്പായ മാണിക്കം ടാഗോറുണ്ട്, പഞ്ചാബ് PCC അധ്യക്ഷനായ അമരീന്ദർ സിംഗ് രാജ, അമൃത്സർ MP ഓജില, ഒപ്പം തന്നെ തെലങ്കാനയിൽ നിന്നുള്ള കിരൺ കുമാർ റെഡ്ഡി, മഹാരാഷ്ട്രയിൽ നിന്നുള്ള പ്രശാന്ത് പടോളെ, CPMന്റെ അംഗം സു വെങ്കടേശൻ, ഒപ്പം കേരളത്തിൽ നിന്ന് ഹൈബി ഈഡനും ഡീൻ കുര്യാക്കോസും സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ 8 പേരെ സസ്പെൻഡ് ചെയ്തു. സ്വാഭാവികമായും ഈ വിഷയം കൂടി സഭയ്ക്കകത്ത് ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ഇന്ന് പാർലമെന്റ് നടപടികൾ പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. മാത്രമല്ല, ലോക്സഭാ സ്പീക്കർക്കെതിരെ കൂടി വിമർശനം ഘടിപ്പിക്കുകയാണ് ഈ ഘട്ടത്തിൽ കോൺഗ്രസ്. രാഹുൽ ഗാന്ധി തന്നെ വ്യക്തമാക്കിയ കാര്യം, ലോക്സഭയുടെ ചരിത്രത്തിൽ ഒരു പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ അനുമതി നൽകാത്ത സ്പീക്കർ എന്നുകൂടി രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്നും കഴിഞ്ഞ ദിവസത്തെ പോലെ വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടാകാൻ തന്നെയാണ് സാധ്യത. ശ്രീജ. ശരി, രാകേഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയുടെ ആത്മഹത്യയിൽ കൂടുതൽ പേരെ SIT ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു. റോയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിൽ പങ്കുള്ളവരെ അടക്കമാണ് ചോദ്യം ചെയ്യുക. ഭാര്യയുടെ മൊഴിയും വീണ്ടും രേഖപ്പെടുത്തും. ബാങ്ക് ഇടപാടുകളുടെ രേഖകളും പരിശോധിച്ചു വരികയാണ്. ഇന്നലെ അന്തരിച്ച പ്രശസ്ത സംഗീത സംവിധായകൻ SP വെങ്കിടേഷിന് വിട നൽകാൻ സിനിമാ ലോകം. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ചെന്നൈയിൽ നടക്കും. 1:30 പോരൂർ ശ്മശാനത്തിലാണ് സംസ്കാരം. വീട്ടിൽ പൊതുദർശനം തുടരുകയാണ്. നിരവധി പ്രമുഖരാണ് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ഇന്ന് KPCC ആസ്ഥാനത്ത് ചേരും. മധുസൂദനൻ മിശ്രയുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ് യോഗം ചേരുന്നത്. നേരത്തെ ഓരോ മണ്ഡലങ്ങളിലെയും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കുന്നതിനായി പ്രാഥമിക ചർച്ചകൾ സ്ക്രീനിംഗ് കമ്മിറ്റി നടത്തിയിരുന്നു. അതേസമയം ഘടകകക്ഷികളുമായുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ സീറ്റ് ചർച്ച ഇന്നും തുടരും. കഴിഞ്ഞ ദിവസം RSPയുമായി ചർച്ച നടത്തിയെങ്കിലും സീറ്റുകൾ വെച്ചുമാറുന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും തീരുമാനത്തിലെത്തിയിട്ടില്ല. CPM പുറത്താക്കിയ V കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പ്രകാശനം ഇന്ന് പയ്യന്നൂരിൽ നടക്കും. രാഷ്ട്രീയ നിരീക്ഷകൻ ജോസഫ് C മാത്യു ആണ് നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. വൈകിട്ട് 4-ന് ഗാന്ധി പാർക്കിലാണ് പരിപാടി. നേരത്തെ പുസ്തക പ്രകാശന ചടങ്ങിന് സുരക്ഷ തേടി കുഞ്ഞികൃഷ്ണൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ചടങ്ങ് നടക്കുന്നിടത്ത് കനത്ത പോലീസ് സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. പാർട്ടി അപജയവും രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമാണ് പുസ്തകത്തിന്റെ ഉള്ളടക്കം. നടിയെ ആക്രമിച്ച കേസിൽ 3 പ്രതികൾ നൽകിയ അപ്പീൽ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. ശിക്ഷ സ്റ്റേ ചെയ്യണമെന്നാണ് ആവശ്യം. പ്രതികളായ മാർട്ടിൻ, വടിവാൾ സലീം, പ്രദീപ് എന്നിവരാണ് കോടതിയെ സമീപിച്ചത്. ഗൂഢാലോചനയിൽ തങ്ങൾക്ക് പങ്കില്ലെന്നാണ് ഈ പ്രതികളുടെ വാദം. 1-ാം പ്രതി പൾസർ സുനി അടക്കമുള്ളവർ സമാന ആവശ്യവുമായി കോടതിയെ സമീപിച്ചിരുന്നു. സമൂഹ മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചതിനെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതി ഷിംജിതയുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. നേരത്തെ കുന്നമംഗലം മാജിസ്ട്രേറ്റ് കോടതി ഷിംജിതയുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ഷിംജിതയെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകും. വംശീയ കലാപത്തെ തുടർന്ന് 1 വർഷമായി രാഷ്ട്രപതി ഭരണത്തിന് കീഴിലുള്ള മണിപ്പൂരിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഉടൻ. ഇന്നലെ ചേർന്ന BJP MLA-മാരുടെ യോഗം യൂംനാം ഖേപ്ചന്ദിനെ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. രാഷ്ട്രപതി ഭരണ കാലാവധി ഈ മാസം 12-ന് അവസാനിക്കാനിരിക്കെയാണ് പുതിയ സർക്കാർ വരുന്നത്. രാകേഷ് വിവരങ്ങളുമായി. രാകേഷ്, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചെറിയ കലാപത്തിന്റെ വാർത്തകളൊക്കെ വരുന്നൊരു സാഹചര്യം കൂടി, സംഘർഷത്തിന്റെ വാർത്തകളൊക്കെ വരുന്നൊരു സാഹചര്യം കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു. അതിനിടയിലാണിപ്പോൾ അവിടെ സർക്കാർ വരുന്നത്. എങ്ങനെയാണ് ഈ ഇരുവിഭാഗങ്ങളുടെയും പങ്കാളിത്തം ഈ സർക്കാരിൽ ഉറപ്പാക്കുന്നുണ്ടോ? എന്തൊക്കെ വിവരങ്ങളാണ് പുതിയ സർക്കാരുമായി ബന്ധപ്പെട്ട് മണിപ്പൂരിൽ നിന്ന് വരുന്നത്?
ശ്രീജ, ഒരു വർഷത്തിന് ശേഷം മണിപ്പൂരിൽ സർക്കാർ അധികാരത്തിൽ വരികയാണ്. അതിന് കളമൊരുങ്ങിയിരിക്കുകയാണ്. കാരണം ഇന്നലെ ഡൽഹിയിലാണ് BJPയുടെ നിയമസഭാ കക്ഷി യോഗം ചേർന്നത്. അതിൽ 2 MLA-മാർ ഒഴികെ ബാക്കി എല്ലാവരും തന്നെ പങ്കെടുത്തിരുന്നു. യുംനാം ഖേംചന്ദിനെ അവിടെ തെരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കക്ഷി നേതാവായി അദ്ദേഹം മുഖ്യമന്ത്രിയാകും. ഒപ്പം തന്നെ ശ്രീജ ചോദിച്ചതുപോലെ കുക്കി വിഭാഗത്തിന് ഒരു ഉപമുഖ്യമന്ത്രിയുണ്ട്. ഒരു വനിതാ നേതാവിനെയാണ് നെംച കിംഗൻ എന്ന് പറയുന്ന വനിതാ നേതാവിനെയാണ് അവിടെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഒപ്പം നാഗ വിഭാഗത്തിന് ഒരു ഉപമുഖ്യമന്ത്രി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ BJP നേതൃത്വം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ എല്ലാ വിഭാഗങ്ങളുടെയും പങ്കാളിത്തത്തോടു കൂടിയുള്ള സർക്കാർ, അതാണ് ഇപ്പോൾ ഏതായാലും ലക്ഷ്യം വെക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷമായി രാഷ്ട്രപതി ഭരണത്തിലാണ് മണിപ്പൂരുള്ളത്. കാരണം 9-ാം തീയതി, കഴിഞ്ഞ 2025 ഫെബ്രുവരി 9-ാം തീയതിയാണ് ബിരേൻ സിംഗ് രാജിവെക്കുന്നത്. അതിനുശേഷം 13-ാം തീയതി രാഷ്ട്രപതി ഭരണം നിലവിൽ വന്നെങ്കിൽ പോലും ഓഗസ്റ്റ് മാസത്തിൽ വീണ്ടും 6 മാസത്തെ കാലാവധി കൂടി നീട്ടുകയായിരുന്നു. ഏതായാലും രാഷ്ട്രപതി ഭരണം നീട്ടുകയായിരുന്നു. ഇപ്പോൾ ഏതായാലും ഈ കാലാവധി അവസാനിക്കാൻ ഏതാണ്ട് 3, 4, 5 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോഴാണ് ഇത്തരം സർക്കാർ രൂപീകരണത്തിലേക്ക് BJP കടക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രക്രിയ കഴിഞ്ഞ 2-3 മാസമായി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഡൽഹിയിലും ഇംഫാലിലുമൊക്കെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചർച്ചകൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഖേംചന്ദിൻ്റെ കാര്യമെടുക്കുകയാണെങ്കിൽ അദ്ദേഹം ബിരേൻ സിംഗിൻ്റെ BJPക്കകത്ത് ബിരേൻ സിംഗിൻ്റെ ശക്തമായ എതിരാളിയായിരുന്നു. പ്രത്യേകിച്ച് ഈ വംശീയ കലാപത്തിലൊക്കെ തന്നെ ബിരേൻ സിംഗ് എടുത്ത നിലപാടിനെ അദ്ദേഹം കടുത്ത തോതിൽ വിമർശിക്കുകയും ചെയ്തിരുന്നു. 2023-ലാണ് ഈ കലാപം തുടങ്ങുന്നത്. ബിരേൻ സിംഗിൻ്റെ പല നിലപാടുകളും നമുക്കറിയാം വലിയ വിമർശന വിധേയമാവുകയും ചെയ്തിരുന്നു. അതിനകത്ത് BJPക്കകത്ത് തന്നെ ബിരേൻ സിംഗിനെതിരെ നിലപാട് സ്വീകരിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഖേംചന്ദ്. മാത്രവുമല്ല, അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഇപ്പോഴുണ്ടായിരിക്കുന്ന ഘടകം, 1 RSSുമായി അടുത്ത ബന്ധം ഉണ്ട്, 2 കുക്കി വിഭാഗങ്ങൾക്ക് കൂടി സ്വീകാര്യനാണ്. കാരണം 2025 അവസാനത്തിലൊക്കെ തന്നെ കുക്കി മേഖലകളിലൊക്കെ തന്നെ അദ്ദേഹം സന്ദർശിക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് വലിയ വാർത്തകളിലൊക്കെ തന്നെ നിറയുകയും ചെയ്തിരുന്നു. കൂടാതെ MLA-മാരുടെ അടക്കം പിന്തുണ അദ്ദേഹത്തിനുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് അത്തരമൊരു നീക്കത്തിലേക്ക് BJP കടക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും മണിപ്പൂരിൽ സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കാൻ, അല്ലെങ്കിൽ നിലവിലെ നിയമസഭയുടെ കാലാവധി അവസാനിക്കാൻ ഇനിയും ഏതാണ്ട് 1.5 വർഷം ബാക്കിയുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് രാഷ്ട്രപതി ഭരണം നീട്ടാതെ പുതിയ സർക്കാർ വരട്ടെ എന്ന നിലയിലേക്ക് ഇപ്പോൾ ഏതായാലും BJP കടക്കുകയും ചെയ്തിട്ടുള്ളത്. ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം എന്നായിരിക്കും സത്യപ്രതിജ്ഞ എന്ന കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്ക് പാർട്ടി ഇതുവരെ കടന്നിട്ടില്ല. പക്ഷേ ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ നേതൃത്വം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ശ്രീജ. ശരി രാകേഷ്, മണിപ്പൂരിൽ സമാധാനം ഉണ്ടാവേണ്ടത് രാജ്യത്തിൻ്റെ മുഴുവൻ ആവശ്യമാണ്. അവിടെ സർക്കാർ വരിക, അവിടെ തന്നെ അവർ തന്നെ ആ ഭരണം നിയന്ത്രിക്കുക, ഇതൊക്കെ തന്നെയാണ് സമാധാനത്തിലേക്ക് അല്ലെങ്കിൽ പൂർവ്വസ്ഥിതിയിലേക്കുള്ള തിരിച്ചുപോക്കിൻ്റെ സൂചനകൾ. ആ നിലയ്ക്ക് നോക്കിയാൽ അവിടെ സർക്കാർ വരുന്നത് ആശ്വാസകരമായ കാര്യമാണ്. ഒപ്പം മെയ്തേയ്, കുക്കി വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ കൂടി കൂട്ടിക്കൊണ്ടാണ് ഈ സർക്കാർ രൂപീകരണം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇനി നമ്മളൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ലോക ക്യാൻസർ ദിനമാണ്. നമ്മുടെയൊക്കെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമുക്കറിയാവുന്നവരിൽ ആരെങ്കിലുമൊക്കെ ക്യാൻസർ ബാധിതരാണെന്ന് കേൾക്കുമ്പോൾ നമ്മൾ പേടിച്ച് നിന്നിരുന്നൊരു സമയമുണ്ട്. അതിനും അപ്പുറത്തേക്ക് എങ്ങനെ മുന്നോട്ട് പോകാം, എന്താണ് ശരിയായ രീതികൾ, എങ്ങനെ മനസ്സിലാക്കണം, അങ്ങനെ ക്യാൻസറിനെ കുറിച്ച് അറിയേണ്ടതെല്ലാം നമുക്ക് സംസാരിക്കാം. ഇടവേളയ്ക്ക് ശേഷം നമുക്കൊരു അതിഥി ചെയ്യാം. വീണ്ടും രാവിലെയിലേക്ക്. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ലോക ക്യാൻസർ ദിനമാണ്. ക്യാൻസർ എന്ന് പറയുന്നത് നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തുന്ന ഒരു വാക്കാണ്. പക്ഷേ അതിനും അപ്പുറത്ത് അതൊരു യാഥാർത്ഥ്യമാണ്. നമുക്ക് അറിയാവുന്നവരിൽ നമുക്കിടയിലൊക്കെ ഒരുപാട് പേർക്ക് ക്യാൻസർ രോഗബാധ ഉണ്ടാകുമ്പോൾ പ്രതിസന്ധിയെ നേരിടുന്ന ഒരുപാട് പേരെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അപ്പോഴും നമ്മുടെ ഉള്ളിൽ ചില ഭയമൊക്കെ ഉണ്ട്. ആ ഭയത്തിനും അപ്പുറത്ത് അതിനെ നേരിട്ട് എങ്ങനെ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാം, മുന്നോട്ട് പോകാം, ഇതൊക്കെയാണ് ഈ ദിവസം എല്ലാവരും ചർച്ച ചെയ്യുന്നത്. വിശദമായി തന്നെ നമുക്ക് ഈ വിഷയം സംസാരിക്കാം. ക്യാൻസർ നേരത്തെ കണ്ടെത്താൻ എന്തൊക്കെ ചെയ്യാം, ക്യാൻസർ പരിശോധനകൾ എന്തൊക്കെയാണ്, അങ്ങനെ വിശദമായി തന്നെ ഈ വിഷയം സംസാരിക്കാനായി നമുക്കൊപ്പം ചേരുന്നത് എറണാകുളം രാജഗിരി ഹോസ്പിറ്റലിലെ സർജിക്കൽ ഓങ്കോളജി സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ആനന്ദ് എബിനാണ്. ഡോക്ടർ ഗുഡ് മോർണിംഗ്. ക്യാൻസർ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പേടിയോടെ കാണേണ്ട വാക്കാണ് എന്ന് ഒരു ഗുഡ് മോർണിംഗ് അങ്ങനെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ശേഷം നമ്മളിപ്പോൾ വളരെ ധൈര്യത്തോടെ നേരിടുന്നവരെ കാണുന്നുണ്ട്. ഡോക്ടറിനെ പോലെയുള്ളവർ ഇതിന് നിരന്തരം അവയർനെസ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നതാണ് ഇത്തവണത്തെ ഈ വേൾഡ് ക്യാൻസർ ഡേയുടെ ആപ്തവാക്യം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? യുണൈറ്റഡ് ബൈ യുണീക്ക്, അതിനകത്ത് തന്നെ എല്ലാം ഉണ്ട്. കാരണം യുണീക്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതയുള്ളത്, ഓരോ പേഷ്യൻറ്റിൻ്റെയും
ഈ ക്യാൻസറിൻ്റെ ഡയഗ്നോസിസും അതിൻ്റെ ചികിത്സയോടുകൂടെ ഉള്ള ഒരു യാത്ര വ്യത്യസ്തമാണ്. പക്ഷേ ഓരോരുത്തരുടെ അസുഖവും വ്യത്യസ്തമാണ്. പക്ഷേ എത്രമാത്രം വ്യത്യസ്തമായാലും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇതിനെതിരെ പോരാടാൻ അവരുടെ കൂടെയുണ്ട്. അതാണ് അതിൻ്റെ ഒരു അർത്ഥം. കാരണം ഓരോ പേഷ്യൻസും ഫേസ് ചെയ്യുന്ന ഫൈനാൻഷ്യൽ ചലഞ്ചസ്, സോഷ്യൽ ചലഞ്ചസ്, ഫാമിലിയിലുള്ള ഇഷ്യൂസ് അതെല്ലാം വ്യത്യസ്തമായിരിക്കും. ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു പ്രശ്നമായിരിക്കണമെന്നില്ല അവർക്കില്ല. അപ്പോൾ അതൊരു ഇതിനെതിരെയുള്ള ചികിത്സ എന്ന് പറയുന്നത് ഒരു അസുഖത്തെ ചികിത്സിക്കുക എന്നത് മാത്രമല്ല, അവരുടെ ഫാമിലിയെ മുഴുവൻ നമ്മളോട് ചേർത്ത് നമ്മൾ കൂടെ കൊണ്ടുപോകേണ്ടി വരും. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ പറഞ്ഞത് വളരെ ശരിയാണ്. ഒരുപക്ഷെ മറ്റൊരു രോഗമാണെങ്കിൽ അത് രോഗിയാണ് അനുഭവിക്കുക. പക്ഷെ ഒരു ക്യാൻസർ എന്ന് പറയുമ്പോൾ ആ കുടുംബത്തെ മുഴുവൻ അത് ബാധിക്കുന്ന ഒരവസ്ഥ, അവരെ സാമ്പത്തികമായും മാനസികമായും ഒക്കെ വലിയ രീതിയിൽ തകർക്കുന്ന ഒരവസ്ഥയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ഏറ്റവും പ്രധാനം അതിൽ ഏർലി ഡിറ്റക്ഷനാണ്. ഏറ്റവും നേരത്തെ തന്നെ ഈ രോഗം തിരിച്ചറിയുക എന്നതാണ്. പക്ഷേ ഇപ്പോഴും നമുക്കറിയാം, വളരെ വിദ്യാഭ്യാസമുള്ള, അറിവുള്ള, സമൂഹത്തിൽ വളരെ വലിയ റോളുകളൊക്കെ എടുക്കുന്നവർ പോലും ഇത് വൈകി മാത്രം അറിയുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഏർലി ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് നമുക്കൊക്കെയും വരാൻ സാധ്യതയുണ്ട് എന്നൊരു തോന്നലുണ്ടായാൽ മതി. അതിലേക്ക് എത്രത്തോളം നമ്മുടെ സമൂഹം എത്തിയിട്ടുണ്ട്? ഒരു പരിധിവരെ നല്ല വ്യത്യാസമുണ്ട്. കാരണം പലപ്പോഴും നമ്മുടെ ഇൻഷുറൻസും പിന്നെ നമ്മുടെ അവയർനെസ്സും അങ്ങനെയൊക്കെ കാരണം ഹെൽത്ത് ചെക്കപ്പുകൾ കുറച്ചുകൂടെയൊക്കെ കോമൺ ആണ്. ആൾക്കാർ വന്ന് ഹെൽത്ത് ചെക്കപ്പ് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിലൂടെ തന്നെ പലപ്പോഴും അത് ഏർലി സ്റ്റേജിൽ കണ്ടെത്താൻ സാധിക്കുകയും അതിന് നല്ല രീതിയിൽ ചികിത്സ കൊടുത്ത് അത് പൂർണ്ണമായും ഭേദമാക്കാൻ സാധിക്കാറുണ്ട്. പക്ഷേ നമുക്ക് പോയി ആ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാനോ പണ്ടത്തേക്കാൾ മെച്ചമാണെങ്കിൽ പോലും പോയി ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാനോ പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിംറ്റം അല്ലെങ്കിൽ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടെങ്കിൽ അത് പോയി ഡോക്ടറോട് പറയാനോ കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ പോട്ടെ എന്ന് വിചാരിക്കുന്നവരാണ് കൂടുതൽ ആൾക്കാർ, നമ്മൾ ഉൾപ്പെടെ. അതിലെനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണെന്ന് തോന്നുന്നു ഡോക്ടർ. അവരെപ്പോഴും അവരുടെ ഹെൽത്ത് എന്ന് പറയുന്നത് രണ്ടാമത് വെക്കും. വീട്ടിലെ കാര്യങ്ങളും ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് ഇതൊന്നും എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസും ചിലപ്പോൾ ഉണ്ടാവാറുണ്ട് കുറച്ചൊക്കെ, നമുക്കൊക്കെ ചുറ്റും അറിയാവുന്നവർ. പക്ഷേ നമുക്കറിയാം, സ്ത്രീകളിൽ ഏറ്റവും കോമൺ ആയി കാണുന്ന ബ്രസ്റ്റ് ക്യാൻസർ ഉൾപ്പെടെയുള്ളത് നേരത്തെ തിരിച്ചറിഞ്ഞാൽ അല്ലേ? അതെ, ഓവർ കോൺഫിഡൻസിനേക്കാൾ കൂടുതൽ ഇപ്പോൾ സ്ത്രീകൾ അവർ റെസ്റ്റ് എടുക്കുന്നില്ലല്ലോ. അവർ ഒന്നെങ്കിൽ ജോലി സ്ഥലത്തും തിരിച്ചു വന്ന് വീട്ടിലെ ജോലികൾ, കുട്ടികൾ, വീട്ടിലെ മറ്റു കാര്യങ്ങൾ, അവർക്കൊരു അങ്ങനെ ഒരു ലീവ് അല്ലെങ്കിൽ ഒരു നിന്ന് സ്വന്തം കാര്യം ചിന്തിക്കാനുള്ള ഒരു സമയം അങ്ങനെ സാധാരണ കിട്ടാറില്ല. അതുകൊണ്ട് അവർക്ക് മാറ്റിവെക്കാൻ സാധിക്കുന്നത് സ്വന്തം കാര്യം മാത്രമാണ്, ബാക്കിയുള്ളൊന്നും മാറ്റിവെക്കാൻ പറ്റാറില്ല. അതുകൊണ്ടാണ് പലപ്പോഴും അത് ഒരു ഡിലേ ഇൻ ഡയഗ്നോസിസ് ആവുന്നത്. ഇപ്പോൾ ഈവൻ ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് പറയുവാണെങ്കിൽ പോലും നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്നൊരു ദിവസമല്ല ക്യാൻസർ വരുന്നത്. ഏതൊരു ക്യാൻസറാണെങ്കിൽ പോലും അത് ആദ്യം ഒരു നോർമൽ സ്ഥിതിയിലായിരിക്കും, പിന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും, പിന്നെ കുറച്ച് വർഷങ്ങൾ കൊണ്ട് അതൊരു പ്രീ ക്യാൻസറസ് എന്ന് പറഞ്ഞ ഒരു സ്ഥിതിയിലേക്ക് വന്നതിന് ശേഷമാണ് അത് പിന്നെ ക്യാൻസറായി മാറുന്നത്. ഇതൊക്കെ വർഷങ്ങൾ എടുക്കുന്ന കാര്യമാണ്. വൺസ് അത് ക്യാൻസറായി പിന്നെ അത് കുറച്ച് ഫാസ്റ്റ് ആവും. പക്ഷേ ഈ ഒരു ചേഞ്ച് ഓഫ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങൾ എടുക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് നമ്മൾ ഒരു ഡയഗ്നോസിസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അവരെ രക്ഷിക്കാൻ കഴിയും. അപ്പോൾ ഉദാഹരണത്തിന് താങ്കൾ പറഞ്ഞ പോലെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കാര്യമാണെങ്കിൽ നമുക്ക് പ്രീ ക്യാൻസറസ് ആയിട്ടുള്ള ഒരു അസുഖം അത് നമുക്ക് ഒരു മാമോഗ്രാമിലൂടെയോ ശരീരപരിശോധനയിലൂടെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും പലപ്പോഴും തന്നെ. ഇപ്പോൾ പ്രീ ക്യാൻസറസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, അത് സ്റ്റേജ് 0 ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ലഭിക്കേണ്ട ചികിത്സകളുടെ അളവ് വളരെ കുറവാണ്, ചികിത്സയുടെ കാഠിന്യം കുറവാണ്, ചെലവ് കുറവാണ്. ചികിത്സകളൊക്കെ അവസാനിപ്പിച്ച് തിരികെ തൻ്റെ ജോലിയിലേക്ക് പെട്ടെന്ന് തന്നെ തിരിച്ച് പ്രവേശിക്കാനും സാധിക്കും. അപ്പോൾ അത് പക്ഷേ അത് നമ്മൾ വെച്ചുകൊണ്ടിരുന്ന നമ്മളൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അസുഖമാക്കി കഴിഞ്ഞാൽ നമ്മളത് അതിനകത്ത് കീമോതെറാപ്പി എടുക്കേണ്ടി വരും, വലിയ വലിയ ഓപ്പറേഷനുകൾ ചെയ്യേണ്ടി വരും. നമുക്ക് ഒരുപാട് കാലം 6 മാസം മുതൽ 1 വർഷം വരെ നീണ്ടു നിൽക്കുന്ന ചികിത്സകൾ ചിലപ്പം നമുക്ക് എടുക്കേണ്ടി വന്നേക്കാം. ഇതൊന്നുമില്ലാതെ കുറഞ്ഞ സമയം കൊണ്ട്
കുറച്ച് ചികിത്സകൾ കൊണ്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്നതാണ് ഒട്ടുമിക്ക ക്യാൻസറുകളും. അതുപോലെ തന്നെ സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ചും ഇപ്പോൾ ഒരുപാട് ബോധവൽക്കരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പക്ഷേ ഒരു വാക്സിനേഷൻ കൊടുത്താൽ അവരെ സംരക്ഷിക്കാൻ കഴിയുന്ന ഏറ്റവും വ്യാപകമായുള്ള ക്യാൻസറാണ് സെർവിക്കൽ ക്യാൻസർ. അതിനെപ്പറ്റിയൊക്കെ വരുമ്പോൾ ഇപ്പുറത്ത് അപ്പം തന്നെ ഒരു ഗൂഢാലോചന സിദ്ധാന്തം, ഇതൊക്കെ ആവശ്യമില്ലാത്തതല്ലേ എന്നൊരു ചോദ്യവും അല്ലെങ്കിൽ സംശയമൊക്കെ വരാറുണ്ട്. നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ പറ്റിയാന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ. നമുക്ക് പ്രശ്നം വന്നാലും കുഴപ്പമില്ല, അതിനെ പ്രതിരോധിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അതിൻ്റെ കാര്യത്തിൽ നമുക്കൊരു സംശയം ഉണ്ടാകുന്ന ഒരു സാഹചര്യം എപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാറുണ്ട്. അതിനെയൊക്കെ മറികടക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ, അത്തരം ആശങ്കകളെ, ഇത്തരം ഗൂഢാലോചന സിദ്ധാന്തങ്ങളെയൊക്കെ? ഒരു പരിധിവരെ നമുക്ക് അവയർനെസ് കൊണ്ട് അത് സാധിക്കും. പക്ഷേ അത് പൂർണ്ണമായിട്ടും ഇപ്പം സംശയം നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവുമല്ലോ. അത് പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റാൻ നമുക്ക് ഇതുപോലെയുള്ള അവയർനെസ് ടോക്കുകളിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ഒരു കണക്ക് പറയുവാണെങ്കിൽ, ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ള ക്യാൻസറുകൾ നമുക്ക് ബ്രസ്റ്റ്, പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ്, വൻകുടലിൻ്റെ മലാശയത്തിൻ്റെ ക്യാൻസർ, ലങ്, പിന്നെ നമ്മുടെ വായിലുണ്ടാവുന്ന ക്യാൻസറുകൾ. അപ്പോൾ ഇതെല്ലാം ചേർക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു 50% ക്യാൻസറായി. ഇതാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഇതിനെല്ലാം തന്നെ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാനുള്ള വഴികളുണ്ട്. ഇപ്പോൾ വായിലുള്ള ക്യാൻസർ നമുക്ക് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന പുകയില അല്ലെങ്കിൽ പുകവലി ശീലമുണ്ടായിരുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് പരിശോധനകളിലൂടെ തന്നെ വായിലുള്ള ക്യാൻസറിൻ്റെ തുടക്കം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. മാമോഗ്രാം ആണെങ്കിൽ നമ്മളൊരു 40 വയസ്സിന് ശേഷം നമുക്കൊരു മാമോഗ്രാം എടുത്തു തുടങ്ങി കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റും. ഇപ്പോൾ പറഞ്ഞല്ലോ സെർവൈക്കൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഗർഭാശയ മുഖത്തിൻ്റെ ക്യാൻസർ. അതിനകത്ത് ഈ പറഞ്ഞ പോലെ നമ്മളൊരു നോർമലിൽ നിന്ന് ഒരു ക്യാൻസറിലേക്ക് എത്താൻ ഒരു 10 മുതൽ 20 വർഷം വരെ എടുക്കും യഥാർത്ഥത്തിൽ. പിന്നെ നമുക്ക് പലപ്പോഴും പല ക്യാൻസറുകളിലും നമുക്കൊരു കാരണം എന്തുകൊണ്ട് വന്നു എന്ന് ചോദിക്കുവാണെങ്കിൽ പലപ്പോഴും നമുക്കതിനകത്ത് ഒറ്റ ഉത്തരവില്ല. പക്ഷേ ഒരു സിംഗിൾ ഫാക്ടറുള്ള വളരെ റെയറായിട്ടുള്ള ക്യാൻസറുകളിൽ ഒന്നാണ് സെർവൈക്കൽ ക്യാൻസർ. കാരണം അത് HPV എന്ന് പറഞ്ഞ ഒരു വൈറസാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ വൈറസ് കോമൺ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കോമൺ ആണ്. ഇന്ത്യയിൽ ഏകദേശം 10% സ്ത്രീകളിൽ, എന്ന് വെച്ചാൽ 10% എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ ഏകദേശം 7 കോടി സ്ത്രീകളിൽ ഈ HPV വൈറസ് ഉണ്ട്. അപ്പോൾ HPV വൈറസ് ഉള്ളതുകൊണ്ട് എനിക്ക് സെർവൈക്കൽ ക്യാൻസർ അല്ലെങ്കിൽ ഗർഭാശയ മുഖ ക്യാൻസർ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നിർബന്ധവുമില്ല. കാരണം നമ്മളുടെ തന്നെ പ്രതിരോധ ശേഷി ഈ HPV വൈറസിനെ കുറച്ച് ചെയ്യുമ്പോൾ നശിപ്പിച്ചു കളയും. അതിൽ തന്നെ ഒരു 1 മുതൽ 2% ആൾക്കാർക്ക് മാത്രമാണ് ഈ സെർവൈക്കൽ ക്യാൻസറിലേക്ക് വരുന്നത്. അപ്പോൾ ആ പ്രോസസ്സ് എന്ന് പറയുന്നത് 10 മുതൽ 20 വർഷം എടുക്കുന്ന പ്രോസസ്സാണ്. ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് അത് ഒരു 10 മിനിറ്റിൻ്റെ OP പ്രൊസീജിയറിലൂടെ നമുക്ക് നോക്കി കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇത് പ്രീ ക്യാൻസറസ് ആയിട്ടുള്ള ചേഞ്ചുകളുണ്ടോ ഇല്ലയോ എന്ന്. അത് നമ്മൾ പ്രീ ക്യാൻസറസ് ആയിട്ടുള്ള ചേഞ്ച് കണ്ടുപിടിച്ചാൽ തന്നെ അത് OPയിൽ തന്നെ വെച്ച് നമുക്ക് കരിച്ചു കളയാവുന്നതാണ്. ഇനി ഇതൊന്നുമില്ലാതെ തന്നെ ഞാൻ പറഞ്ഞു ഇതൊരു വൈറസാണ്. നമ്മൾ പല വൈറസുകൾക്ക് നമ്മൾക്ക് വാക്സിനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റേതായിട്ടുള്ളൊരു വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് പൂർണ്ണമായിട്ട് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാക്സിൻ എഫക്റ്റീവ് ആവണമെങ്കിൽ അത് നന്നേ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ എടുക്കണം. ഐഡിയലി ഒരു 9 മുതൽ 14 വയസ്സിനിടയ്ക്കാണ് നമ്മൾ എടുക്കേണ്ടത്. പക്ഷേ നമുക്ക് 25 വയസ്സ് വരെ എടുത്താലും വലിയ കുഴപ്പമില്ല. ചില കേസുകളിൽ നമുക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് 45 വയസ്സ് വരെ എടുത്താലും നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ബെനിഫിറ്റ് കിട്ടും. പക്ഷേ ഐഡിയൽ നമ്മളൊരു പറയുമ്പോൾ 9 മുതൽ 14 വയസ്സുള്ള അതിനിടയ്ക്ക് തന്നെ നമ്മൾ ആ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്നതിനായിട്ടുള്ള വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗർഭാശയ മുഖ ക്യാൻസർ, നമുക്ക് സെർവിക്കൽ ക്യാൻസർ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു മാതാപിതാക്കളുടെ കടമയാണ് നമ്മളുടെ കുട്ടികളെ കൊണ്ടുപോയി വാക്സിൻ എടുക്കുക എന്നുള്ളത്. വാക്സിൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരുപാട് സംശയങ്ങളുണ്ടാവും. പക്ഷേ ഇതൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള വാക്സിൻസാണ്. നമ്മൾ എല്ലാവരും ഒരുപാട് വാക്സിൻസ് എടുത്തുള്ളവരാണ്. അതിനങ്ങനെ ഒരു സൈഡ് എഫക്റ്റും അങ്ങനെയൊന്നും സാധാരണ കാണാറില്ല.
അതിനെക്കുറിച്ച് ഒരു പേടിയുടെ ആവശ്യമേ ഇല്ല ആക്ച്വലി. ശരി ഡോക്ടർ, എപ്പോഴും ക്യാൻസർ വ്യത്യസ്ത ക്യാൻസറാണ്, ലക്ഷണങ്ങൾ വ്യത്യസ്തമായിരിക്കും. എങ്കിൽ പോലും നമുക്ക് ചില സമയത്ത് ഇപ്പോൾ ജനറലായി പറയുന്ന ചില ലക്ഷണങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് രാത്രികളിൽ പനിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്കിപ്പോൾ ഒരു ചെക്കപ്പ് ആവശ്യമുണ്ട്, നിങ്ങൾക്ക് അസാധാരണമായ രീതിയിൽ ഒരു എന്തോ പ്രശ്നമുണ്ട്, ഇതൊന്ന് പോയി ചെക്ക് ചെയ്ത് കുഴപ്പമില്ല എന്ന് ഉറപ്പിക്കാം എന്ന് തോന്നുന്ന തരത്തിൽ നമുക്ക് ചില പൊതുവായ ലക്ഷണങ്ങൾ പറയാൻ കഴിയുമോ? പൊതുവായ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മളൊരു ലക്ഷണം കണ്ടാൽ അത് നമ്മൾ ഇൻ്റർനെറ്റിൽ അത് സെർച്ച് ചെയ്ത് അതിന് ഒരു തെറ്റായ മറുപടി ലഭിച്ച് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക, അത് ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും ചെയ്യേണ്ടത്. നമ്മൾ അടുത്തുള്ള ഒരു ഡോക്ടറെ പോയി കാണുകയാണ് നമ്മൾ അങ്ങനെ ഒരു പുതിയതായിട്ടൊരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്. പൊതുവായിട്ടൊരു ലക്ഷണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ ബ്രസ്റ്റിൽ ഒരു തടിപ്പ് നമ്മൾക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് ഏറ്റവും അടുത്തുള്ളൊരു ഡോക്ടറെ പോയി, ഇപ്പോൾ ഒരു സ്പെഷ്യലിസ്റ്റിനെ ആദ്യം പോയി കാണണമെന്നൊന്നുമില്ല, ഏറ്റവും അടുത്തുള്ളൊരു ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിനത് പരിശോധിച്ച് അതിന് ഒരു നല്ല ഡയറക്ഷൻ തരാൻ പറ്റും. പിന്നെയുള്ള ഒരു വളരെ കോമൺ ആയിട്ടുള്ള ക്യാൻസർ നമ്മളിപ്പോൾ പറഞ്ഞ ഗർഭാശയ മുഖത്തിൻ്റെ ക്യാൻസർ, അത് നമുക്ക് അത് സ്ഥിരമായി കാണാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഡിസ്ചാർജോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പുതിയതായിട്ടുള്ള ഡിസ്ചാർജോ അല്ലെങ്കിൽ ഒരു ബ്ലീഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ പോയി കാണാം. പിന്നെയുള്ള നമുക്ക് ഇപ്പോൾ ലങ്സിൻ്റെ ക്യാൻസർ, അപ്പോൾ അത് പക്ഷേ നമുക്ക് പുകവലി ശീലമുള്ളവർക്കാണ് സാധാരണ വരാൻ സാധ്യതയുള്ളത്. നിർത്താത്ത ചുമയ്ക്കുമ്പം കഫത്തിൻ്റെ കൂടെ രക്തം വരിക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ഡോക്ടറെ പോയി കാണാം. പിന്നെ നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു ക്യാൻസർ എന്ന് പറയുന്നത് വൻകുടലിൻ്റെ അല്ലെങ്കിൽ മലാശയത്തിൻ്റെ ക്യാൻസറാണ്. അത് നമ്മളുടെ ഇപ്പം ഒരു കേരളത്തിലെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അർബൻ സാഹചര്യങ്ങളാണ്. അപ്പോൾ കേരളത്തിൽ നമ്മളിപ്പം ഒരു കൊച്ചിയിലോ തിരുവനന്തപുരത്തെയോ കണക്കെടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ള ക്യാൻസറുകൾ എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റും പിന്നെ വൻകുടൽ അല്ലെങ്കിൽ മലാശയത്തിൻ്റെ ക്യാൻസറുകളാണ്. ഇപ്പോൾ വൻകുടൽ അല്ലെങ്കിൽ മലാശയത്തിൻ്റെ ക്യാൻസറുകളുടെ ലക്ഷണം സാധാരണ എപ്പോഴും കാണുന്നത് നമ്മുടെ മലത്തിൽ ബ്ലീഡിങ് ഉണ്ടാകുക എന്നുള്ളതാണ്. നമ്മുടെ മലത്തിൽ ബ്ലീഡിങ് ഉണ്ടാവുക, നമ്മളുടെ ഹീമോഗ്ലോബിൻ കുറഞ്ഞു പോവുക. പിന്നെയുള്ളത് ഒരു ലക്ഷണം സാധാരണ കാണുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് മലം പോയതിന് ശേഷവും നമുക്ക് പൂർണ്ണമായി പോയി എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. പിന്നെ വീണ്ടും നമുക്ക് പോകണമെന്ന് തോന്നുക, അത് ഒരു മലാശയ ക്യാൻസറിൻ്റെ സാധാരണ കാണപ്പെടുന്ന ഒരു ലക്ഷണമാണ്. ഇതല്ലാതെ നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു ക്യാൻസർ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരിലെ പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ക്യാൻസറാണ്. നമുക്കത് അത് പക്ഷേ കുറച്ചുകൂടെ പ്രായമാകുമ്പോഴാണ് വരാൻ സാധ്യത. ഒരു 50 അല്ലെങ്കിൽ 60 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്ക് മൂത്രസംബന്ധമായിട്ടുള്ള തടസ്സങ്ങളോ മൂത്രസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ പുതിയതായിട്ട് തുടങ്ങുകയാണെങ്കിൽ അത് ഒരു അടുത്തുള്ള ഒരു യൂറോളജി ഡോക്ടറെയോ ഒരു ജനറൽ ഡോക്ടറെയോ അങ്ങനെ കാണിച്ച് പരിശോധിക്കുകയാണെങ്കിൽ അത് നമുക്ക് വളരെ നേരത്തെ തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇതൊക്കെയാണ് നമ്മൾ സാധാരണ കാണുന്ന ലക്ഷണങ്ങൾ. ശരി, ഇനി രോഗം കണ്ടെത്തി, നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല, രോഗബാധയുണ്ടെന്ന് കണ്ടെത്തിയാൽ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും നേരത്തെ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അപ്പോഴും നമുക്കറിയാം സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ ആശങ്കകൾ ഉണ്ടാക്കുന്നത് പിന്നെ ആ ചികിത്സയുടെ ചെലവ്, അതിനോടൊപ്പം മറ്റ് ചികിത്സകൾക്ക് ഇല്ലാത്തതുപോലെ ഒരുപക്ഷെ നമ്മുടെ രൂപത്തിലൊക്കെ ഒരു മാറ്റം വന്നേക്കാം കീമോതെറാപ്പിയൊക്കെ എടുക്കുമ്പോൾ. ഈ ചികിത്സയ്ക്ക് പോയാൽ ഇനി ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചൊക്കെ അനാവശ്യമായ ചില തെറ്റിദ്ധാരണകളുണ്ട്. അതിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് മുന്നേറിയിട്ടുണ്ട് എന്നതാണല്ലോ വാസ്തവം. ഇപ്പം ഇമ്മ്യൂണോതെറാപ്പി അല്ലെങ്കിൽ റോബോട്ടിക് സർജറി തുടങ്ങിയ പുതിയ സങ്കേതങ്ങളുണ്ട്. അപ്പോൾ ഈ ചികിത്സയിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് ഡോക്ടർ ഏറ്റവും പുതിയതായിട്ട് ഈ ചികിത്സാ രംഗത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ? ഇപ്പോൾ റോബോട്ടിക് സർജറി എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു മലാശയ ക്യാൻസർ നമ്മൾ ഇപ്പോൾ ഒരു ഇടയ്ക്കിടയ്ക്ക് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് വളരെ നേരത്തെ തന്നെ കണ്ടെത്തുവാണെന്ന് വിചാരിച്ചു. അങ്ങനെയുള്ളപ്പം നമുക്ക് പലപ്പോഴും ആൾക്ക് ഇങ്ങനെ ഒരു രൂപമാറ്റം വരുന്നതോ അതോ പുറത്ത് മുറിവുകളോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ വളരെ എയർലി ആയിട്ടുള്ള മലാശയ ക്യാൻസർ ഉള്ളപ്പോൾ നമുക്ക് മലദ്വാരത്തിലൂടെ തന്നെ നമുക്ക് ഈ റോബോട്ടിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് ഈ അസുഖം എടുത്തു മാറ്റാൻ സാധിക്കുന്നതാണ്. അതോടുകൂടി അയാളുടെ ചികിത്സയും അവസാനിച്ചു, പുറത്തൊരു മുറിവുകളുമില്ല. ഒരാഴ്ച അല്ലെങ്കിൽ പരമാവധി 2 ആഴ്ചയ്ക്ക് ശേഷം ആൾക്ക് തിരിച്ച് ജോലിയിൽ പ്രവേശിക്കാം, അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. അസുഖം തിരികെ വരാനും വളരെ കുറവ്.
ആർക്കും ഒരു ചികിത്സ നടന്നതായിട്ട് പോലും ആർക്കും മനസ്സിലാകത്തില്ല, സ്വയം പോലും മനസ്സിലാകത്തില്ല. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു എയർലി ഡിറ്റക്ഷൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഇപ്പം ഒരു ഇമ്മ്യൂണോതെറാപ്പി അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പം ചില മലാശയ ക്യാൻസറുകൾ നമുക്ക് ഇപ്പം പഠനങ്ങളനുസരിച്ച് അത് ഒരു പ്രത്യേക സ്ഥലത്ത് മലാശയ ക്യാൻസറിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ടാണ് കണ്ടെത്തുന്നതെങ്കിൽ നമുക്ക് ചിലപ്പം ഒരു ബാഗ് വെക്കേണ്ട ഒരു സാഹചര്യം ചില കേസുകളിൽ വരാറുണ്ട്. അങ്ങനത്തെ രോഗികൾക്ക് എല്ലായ്പ്പോഴുമല്ല, ചില ടെസ്റ്റുകളൊക്കെ പോസിറ്റീവ് ആണെങ്കിലും നമുക്ക് ഇമ്മ്യൂണോതെറാപ്പി മാത്രം കൊണ്ട് തന്നെ നമുക്കത് പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധ്യമാകുന്നുണ്ട്. അതുകൊണ്ട് അപ്പം ഈ ചികിത്സ എന്ന് പറയുന്നത് പണ്ടത്തെ പോലെ ഒത്തിരി കഠിനമല്ല ഇപ്പോൾ. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് നേരത്തെ കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ്. നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ ചികിത്സയെക്കുറിച്ച് ഒന്നും പേടിക്കാനില്ല. ആക്ച്വലി ഒരു കുറച്ച് സമയത്തെ ചികിത്സ കൊണ്ട് തന്നെ നമുക്കത് പൂർണ്ണമായിട്ട് ഭേദമാക്കാൻ സാധിക്കും. വളരെ നന്ദി ഡോക്ടർ. ഡോക്ടർ ആനന്ദ് എബിനാണ് നമ്മളോട് വിശദമായി തന്നെ സംസാരിച്ചത്. എറണാകുളം രാജഗിരി ഹോസ്പിറ്റലിലെ സർജിക്കൽ ഓങ്കോളജി സീനിയർ കൺസൾട്ടൻ്റാണ് ഡോക്ടർ ആനന്ദ്. ക്യാൻസർ അങ്ങനെ പേടിക്കേണ്ട ഒന്നല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. നമുക്ക് മറ്റസുഖങ്ങൾ വരുന്നത് പോലെ ഒരുപക്ഷെ ക്യാൻസർ വരാനും സാധ്യതയുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനം നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക, പരിശോധനകൾ നടത്തുക, നമുക്ക് രോഗമില്ലെന്ന് ഉറപ്പിക്കുക. രോഗം വരാൻ ഉള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ പുകവലിക്കുന്നവരൊക്കെ ആണെങ്കിൽ കൃത്യമായ പരിശോധനകളൊക്കെ നടത്തി ആരോഗ്യത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക. അല്ലേ ഡോക്ടർ? നമുക്ക് ആ ഒരു മെസ്സേജോടെ ഈ കോൺവെർസേഷൻ അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഒരു മെസ്സേജേ ഉള്ളൂ നമ്മളുടെ ഈ ഡിസ്കഷനിൽ. ക്യാൻസർ എന്ന ഡയഗ്നോസിസിനെ അല്ല പേടിക്കേണ്ടത്, വൈകിയുള്ള ഡയഗ്നോസിസിനെയാണ് നമ്മൾ പേടിക്കേണ്ടത്. അത്ര മാത്രം ആണ് നമുക്ക് നമ്മുടെ ഈ ഒരു ഡിസ്കഷൻ്റെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. നമുക്കപ്പോൾ ഈ ക്യാൻസർ ദിനത്തിൽ അങ്ങനെ ഒരു തീരുമാനം നമുക്ക് എടുക്കാം. നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് കൃത്യമായി ബോധവാന്മാരായിരിക്കാം, പരിശോധനകൾ നേരത്തെ തന്നെ നടത്താം. താങ്ക് യു ഡോക്ടർ. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോകാം. ഇനി കണ്ണൂർ മാലൂർ പഞ്ചായത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. തൃക്കടാരി പോയിലിൽ ചത്ത കാക്കയുടെ സാമ്പിൾ പരിശോധിച്ചതിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. H5N1 മനുഷ്യരിലേക്ക് പടരാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ജനുവരി 17 ഇരിട്ടി എടക്കാനത്തും ഒരു ചത്ത കാക്കയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. കാസർഗോഡ് കുമ്പള ആരിക്കാടി ടോൾ പിരിവ് ഒഴിവാക്കിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്ത് സജീവ ചർച്ചയാകും. നേട്ടം അവകാശപ്പെട്ട് 3 മുന്നണികളും രംഗത്തുണ്ട്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ഓഫീസിൽ നിന്ന് ഉറപ്പ് ലഭിച്ചതായി BJP ജില്ലാ അധ്യക്ഷ ML അശ്വിനി അറിയിച്ചു. ടോൾ പിരിവ് നിർത്തിയ ഉത്തരവിന് പിന്നാലെ BJP പ്രവർത്തകർ കഴിഞ്ഞ രാത്രി ആഹ്ലാദ പ്രകടനം നടത്തി. വിത്തിൻ 48 hours അത് സ്റ്റോപ്പാക്കിയിട്ട് തരും എന്ന് ഉറപ്പായിട്ടുള്ള നിർദ്ദേശനം ഇപ്പോൾ ജസ്റ്റ് എനിക്ക് നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് രാജു ചന്ദ്രശേഖർജി വിളിച്ചതാണ്. രാജു ചന്ദ്രശേഖർജിക്ക് നിതിൻ ഗഡ്കരിജി ഓഫീസിൽ നിന്ന് നേരിട്ട് നിതിൻ ഗഡ്കരി വിളിച്ചിട്ടായിട്ട് ആ ഫയൽ ക്ലോസ് ചെയ്തു. അപ്പോൾ ആരിക്കാടി ടോൾ പ്ലാസ ഇനി ഉണ്ടാവുന്നില്ല. ജനങ്ങൾക്ക്, മഞ്ചേശ്വര ജനങ്ങളും അതേപോലെ കാസർഗോഡ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് BJP കൂടെ തന്നെ ഉണ്ടാവൂ എന്ന് ഉറപ്പായിട്ടുള്ള വാക്കുകളാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ടോൾ പ്ലാസ വന്ന മുതലാണ്, മീൻസ് വരുന്നുണ്ടെന്ന് അറിഞ്ഞ ആ മുതലാണ്, ഒരു 8 മാസം മുമ്പാണ് നമ്മൾ ടോൾ പ്ലാസ ഇവിടെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് നമ്മൾ നിരവധി ലെറ്റേഴ്സാണ് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിനും അതേപോലെ സ്റ്റേറ്റ് ഘടകത്തിന് നമ്മളെ പാർട്ടിക്കും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിരന്തരമായിട്ടുള്ള ഫോളോ അപ്പ് നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് രാജു ചന്ദ്രശേഖർജിൻ്റെ നിരന്തരമായിട്ടുള്ള എഫേർട്ടും അതേപോലെ അദ്ദേഹം നിതിൻ ഗഡ്കരിജി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദിജിൻ്റെ ഒപ്പം സംസാരിച്ചിട്ടായിട്ട് നമുക്ക് ഇവിടെ കാസർഗോഡ് ജനങ്ങൾക്ക് ഒരു ബാധ്യതയായിട്ടുണ്ട് ഈ ടോള്. ബിക്കോസ് 60 കിലോമീറ്റേഴ്സിൻ്റെ അണ്ടറിൽ 2 ടോള് കെട്ടാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമുക്കിവിടെ ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഇത് നമുക്കിവിടെ ടോൾ വേണ്ട എന്ന് വെച്ചുകൊണ്ട് നമ്മൾ റിക്വസ്റ്റ് സർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പ്രകാരമായിട്ട് ഇന്ന് നമുക്ക് ഒരു നല്ല വാർത്തയാണ്. അപ്പോൾ ഫയൽ സൈൻ ചെയ്തിട്ടായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നാളെ ഉച്ചക്കാകുമ്പോൾ ഓർഡർ കിട്ടും. അതേപോലെ നാളെ വിത്തിൻ 48 hours ഈ ആരിക്കാടി ടോൾ പ്ലാസ ഇവിടുന്ന് ക്ലോസ് ആവുന്നുണ്ട്.
വിവരങ്ങളുമായി KV ബൈജു. ബൈജു, ഈ കുമ്പള ആരിക്കാടിയിലെ ടോൾ സത്യത്തിൽ ഒരു വലിയ തിരിച്ചടി ആവും എന്നിടത്ത് നിന്ന് ഇപ്പോൾ ഓരോരുത്തരും അത് അവരുടെ നേട്ടമായി മാറ്റാൻ ശ്രമിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. പ്രതിഷേധക്കാർ തങ്ങളുടെ വിജയമാണെന്ന് പറയുന്നു, BJP പറയുന്നു ഇതാ 24 മണിക്കൂറിനകം തന്നെ അടച്ചുപൂട്ടിയത് ഞങ്ങളുടെ കഴിവാണെന്ന് പറയുന്നു. അപ്പോൾ ഇതിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട വിഷയമായി ഇത് നിലനിൽക്കുമെന്ന് ഉറപ്പാണ്. തീർച്ചയായും ശ്രീജ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സജീവ ചർച്ചാ വിഷയമായിരുന്നു ഈ കുമ്പള ആരിക്കാടിലെ ടോൾ പിരിവ്. BJP ഒഴികെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ ടോൾ പിരിവിനെതിരെ ശക്തമായ സമരവുമായി രംഗത്തുണ്ടായിരുന്നു. പ്രധാനമായും AKM അഷ്റഫ് MLA ആയിരുന്നു മുന്നിൽ നിന്ന് ശക്തമായ സമരം നയിച്ചത്. അറസ്റ്റ് ഉൾപ്പെടെ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൂടാതെ സമരം അക്രമാസക്തമാകുന്നതും ടോൾ പിരിവിനെതിരെ വലിയ തോതിൽ ജനങ്ങൾ അണിനിരക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ BJP തുടക്കത്തിൽ ഈ വിഷയത്തിൽ വലിയ പ്രതിരോധത്തിലായ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പോൾ ഇതാ മഞ്ചേശ്വരം മണ്ഡലത്തിൽ K സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി എത്തുന്ന തീരുമാനിച്ചതോടുകൂടി ഈ ഒരു വിഷയം അത് പൂർണ്ണമായും അവർ ഒരു ടോൾ പിരിവ് അവസാനിപ്പിച്ച് ആ ഒരു വിഷയം ഇല്ലാതാക്കിയ മാത്രമല്ല അതിന്റെ നേട്ടം, ഈ ടോൾ പിരിവ് അവസാനിപ്പിച്ചതിന്റെ നേട്ടം സ്വന്തമാക്കുക എന്നാണ് BJP ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ K സുരേന്ദ്രനാണ് ഇതാദ്യമായി ഇതിൽ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയത്. അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് മഞ്ചേശ്വരം മണ്ഡലത്തിലെ ആരിക്കാടിലെ ടോൾ പിരിവ് കേന്ദ്രം നിർത്തലാക്കാൻ ഉപരിതല ഗതാഗത മന്ത്രാലയം തീരുമാനിച്ചു എന്ന് അദ്ദേഹം ആദ്യം തന്നെ ഈ പോസ്റ്റ് ഇടുന്നു. അതിന് തൊട്ടു പിന്നാലെ BJP ജില്ലാ അധ്യക്ഷ ടോൾ ബൂത്തിന് സമീപമെത്തി അവിടെ നിന്നും പ്രഖ്യാപനം നടത്തുന്നു. അതോടൊപ്പം അവിടെ BJP പ്രവർത്തകരുടെ വലിയ ആഹ്ലാദ പ്രകടനം നടത്തുന്നു. ഇപ്പോഴേ ആ വിഷയം ചർച്ചയാവുന്നു എന്നതിന് ഏറ്റവും ഉദാഹരണമാണ് അവർ മുസ്ലിം ലീഗിനെതിരെയും അതുപോലെ തന്നെ മറ്റ് CPM-നെതിരെയും ശക്തമായി ഈ വിഷയത്തിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന തരത്തിലുള്ളൊക്കെ കാര്യങ്ങളാണ് അവർ പറയുന്നത്. എന്തായാലും ഈ UDF പറയുന്നത് അവരുടെ സമരത്തെ തുടർന്നാണ് ഇത്തരത്തിൽ ടോൾ പിരിവ് അവസാനിപ്പിച്ച് നിർത്തേണ്ടി വന്നത് എന്ന കാര്യം അവർ ഉന്നയിക്കുന്നു. BJP ആണെങ്കിൽ BJP ഇടപെട്ട് നേരിട്ട് കേന്ദ്രമന്ത്രിയുമായി സംസാരിച്ച് ആ ടോൾ പിരിവ് അവിടെ നിന്നും ഒഴിവാക്കാനുള്ള നടപടി എടുത്തു എന്ന് പറയുന്നു. അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ടോൾ പിരിവുമായി ബന്ധപ്പെട്ട വിഷയം അത് കൃത്യമായി രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ വാശിയേറിയ മത്സരമാണ്. വിജയത്തിനപ്പുറം ഒന്നുമില്ല. അത്രത്തോളം ശക്തമായ മത്സരമായിരിക്കും മഞ്ചേശ്വരം നടക്കുക. സുരേന്ദ്രൻ നിലവിൽ കാസർഗോഡ് ജില്ലയിൽ ഇപ്പോൾ മഞ്ചേശ്വരം മണ്ഡലത്തിൽ സജീവമായിരിക്കുന്നു. പരിപാടികളിലെല്ലാം പങ്കെടുത്തു തുടങ്ങി. ഇപ്പോൾ ജില്ലയിൽ തന്നെ കേന്ദ്രീകരിച്ച് സുരേന്ദ്രന്റെ പ്രവർത്തനം ആരംഭിച്ച ഒരു ഘട്ടമുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ആകരുത് എന്നതുകൊണ്ട് കൃത്യമായി ഇടപെട്ട് BJP ആണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ ഒരു വിഷയം പ്രഖ്യാപിക്കുന്നത്. ഏതായാലും മുസ്ലിം ലീഗിന്റെ ഉൾപ്പെടെ ഇനി പ്രസ്താവനകൾ വരാനുണ്ട്. നിലവിൽ അവർ ഇതുവരെ ഇതിൽ പ്രതികരിച്ചിട്ടില്ല. ഇന്ന് BJP ആയിരുന്നു ഏറ്റവും ഒടുവിലായി ഈ ഒരു ടോൾ പിരിവിനെതിരെ ടോൾ സ്ഥലത്ത് ആരിക്കാടിയിൽ വലിയ ആഹ്ലാദ പ്രകടനം നടത്തിയത്. അതിലെല്ലാ നേതാക്കളും പങ്കെടുത്തിരുന്നു. എന്തായാലും ഇനി വരും ദിവസങ്ങളിലും ഈ മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഈ ഒരു വിഷയം ഉയർന്നു വരും, വലിയ തോതിൽ ചർച്ചയായി വരും. കാരണം വികസനം ഉയർത്തിക്കാട്ടിയാണ് BJP ഈ തെരഞ്ഞെടുപ്പിൽ രംഗത്തെങ്കിൽ ഈ ടോൾ പിരിവ് വലിയ തോതിൽ അവരെ ബാധിച്ചിരുന്നു. പ്രധാനമായും കാസർഗോഡ് ജില്ലയിലെ വികസനം എന്ന് വെച്ചാൽ അത് ദേശീയപാത തന്നെയാണ്. ഈ 1ാം റീച്ചിൽ മഞ്ചേശ്വരം മുതൽ ചെങ്കള വരെ, അതായത് കാസർഗോഡ് മഞ്ചേശ്വരം 2 മണ്ഡലങ്ങളിൽ കൂടി കടന്നു പോകുന്ന ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ പൂർണ്ണമായും പൂർത്തിയായിരിക്കുന്നു. ആ വിഷയം സജീവമായി ഉയർത്തിക്കൊണ്ടുവരാനായിരുന്നു BJP തുടക്കത്തിൽ തീരുമാനിച്ചെങ്കിൽ വലിയ കല്ലുകടിയായി ഈ ഒരു ടോൾ പിരിവ് മാറിയിരുന്നു. ആ സാഹചര്യത്തിലാണ് ആദ്യം ആ ഒരു ടോൾ പിരിവ് ഒഴിവാക്കുക, ആ വിഷയം അനുകൂലമാക്കി മാറ്റുക എന്ന ഒരു രീതിയിൽ BJP ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏതായാലും BJP ഇപ്പോൾ ആ വിഷയം അവർക്ക് അനുകൂലമായ രീതിയിൽ അത് ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതോടൊപ്പം സമരം നടത്തി നിരവധി തവണ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ആ രീതിയിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരമൊക്കെ സംഘടിപ്പിച്ച ഈ AKM അഷ്റഫ് MLA ഉൾപ്പെടെയുള്ളവരും അത് ആ വിഷയം അവകാശവാദമായി അവരുടെ വിജയമായി എന്തായാലും അത് കൊണ്ടുവരും. അതായത് ഈ വിഷയത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താനാണ് വ്യത്യസ്തമായ ഒരു നിലപാടെടുത്തത്. അത് ന്യൂസ് 18 ആയിരുന്നു അദ്ദേഹം അങ്ങനെ ഒരു നിലപാടെടുത്തിരുന്നത്. ടോൾ സമരത്തിനെതിരെ ശക്തമായി അദ്ദേഹം വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും വലിയ വിവാദങ്ങൾ ചർച്ചകളൊക്കെ ഇടയാക്കിയ ഈ ഒരു ടോൾ പിരിവ് അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്.
ആ ഒരു ടോൾ പിരിവ് ഇന്ന് മുതൽ അവസാനിപ്പിക്കുമെന്നാണ് അശ്വിനി വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നലെ രാത്രിയാണ് 48 മണിക്കൂറിനകം ടോൾ പിരിവ് ഉണ്ടാകില്ല എന്ന് അവർ പറഞ്ഞിരുന്നത്. ഏതായാലും ഇന്നു മുതൽ ഉണ്ടാകില്ല. അത് കുമ്പള, ഈ മഞ്ചേശ്വരം, അതുപോലെ തന്നെ കാസർഗോഡ്, ഈ 2 മണ്ഡലങ്ങളിലെ ജനങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു വിഷയമായിരുന്നു. ഇതിൽ വലിയ തോതിൽ നിഷ്പക്ഷമായ ആളുകളൊക്കെ വലിയ തോതിൽ BJPക്ക് എതിരെ രംഗത്ത് വരുന്ന സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതെങ്കിൽ ഇപ്പോൾ BJPക്ക് ഈ വിഷയം അനുകൂലമായി വന്നിരിക്കുന്നു എന്ന് വേണം ഇതിൽ ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോഴത്തെ ഒരു സംഭവ വികാസങ്ങളെ കാണാൻ. ഏതായാലും അത് സജീവ ചർച്ചയാവും. ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 മുന്നണികളും ഇത് സജീവ ചർച്ചയായി തന്നെ വരും ദിവസങ്ങൾ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ശരി, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ്. കുന്നിടിച്ചിൽ ദുരന്തമുണ്ടായ കാസർഗോഡ് ചെറുവത്തൂരിൽ ഇന്നും ഭീതി ഒഴിയാതെ കുടുംബങ്ങൾ. കുളങ്ങാട്ട് മലയുടെ താഴ്ഭാഗത്ത് താമസിക്കുന്നവരാണ് വീണ്ടും ഒരു ദുരന്തത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമോ എന്ന ആശങ്കയിൽ ജീവിക്കുന്നത്. ഇവരുടെ സംരക്ഷണത്തിനായി അധികൃതർ നിരവധി ഉറപ്പുകൾ നൽകിയിരുന്നെങ്കിലും എല്ലാം പാഴ്വാക്കായി. വീടിന് തൊട്ടു പിന്നിലുള്ള മലമുകളിലേക്ക് നോക്കുമ്പോൾ വിനീതയ്ക്കും കുടുംബത്തിനും ചങ്കിടുപേറുകയാണ്. കഴിഞ്ഞ മഴക്കാലത്ത് വീടിന് തൊട്ടരികിലേക്ക് കൂറ്റൻ പാറക്കല്ലുകളും മണ്ണും ഇടിഞ്ഞു വീണ ആ നടുക്കുന്ന ഓർമ്മകളിൽ നിന്ന് ഈ കുടുംബം ഇപ്പോഴും മുക്തരായിട്ടില്ല. പ്രായമായ അമ്മയും ഭർത്താവും 2 മക്കളും അടങ്ങുന്ന കുടുംബം വരാനിരിക്കുന്ന മഴക്കാലത്തെ എങ്ങനെ നേരിടുമെന്ന ഭീതിയിലാണ് ഓരോ നിമിഷവും തള്ളി നീക്കുന്നത്. ഓരോ ദിവസവും ഉരുകിയിട്ടാണ് ജീവിക്കുന്നത്. പിന്നെ ഈ മലയുടെ വിള്ളൽ തന്നെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഭർത്താവും മോനും നമ്മളെ നോക്കാൻ വിട്ടിട്ടില്ല. കഴിഞ്ഞ മാസമാണ് ശരിക്കും ഞാൻ എൻ്റെ മോളും അത്രയും പറഞ്ഞിട്ട് നമ്മളെ മുകളിലേക്ക് കൊണ്ടുവന്നു. ആ കൊണ്ടുപോയിട്ടാകുമ്പോൾ അത് കണ്ടേ പിന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു ഉറക്കം എന്ന് പറഞ്ഞ സംഭവമില്ല. എപ്പോൾ ഇവിടെ വന്നിട്ട് എല്ലാവരും വന്നിട്ട് ഈ അടുക്കള ഭാഗത്ത് വന്നിട്ട് ഇങ്ങനെ മുകളിലോട്ട് നോക്കി നിൽക്കലാണ്. ഇനി എന്തെന്നാവും നമുക്കറിയില്ല. മഴ വരാൻ ഇനി അത്രയേ മാസമില്ല. കഴിഞ്ഞ വർഷം കാടങ്കോട് നെല്ലിക്കാൽ ഭാഗത്ത് കുന്നിടിഞ്ഞ് മണ്ണും പാറക്കല്ലുകളും വന്ന് പതിച്ചതോടെയാണ് പ്രദേശം വലിയ അപകട ഭീഷണിയിലാണെന്ന് തിരിച്ചറിഞ്ഞത്. ഇവിടെ കുന്നിന്റെ ഒരു ഭാഗം 25 മീറ്ററോളം നീളത്തിൽ വലിയ ആഴത്തിൽ വിണ്ടുമാറിയ നിലയിലായിരുന്നു. ആശങ്ക പരന്നതോടെ പ്രദേശവാസികളെ അടിയന്തരമായി മാറ്റിപ്പാർപ്പിച്ചിരുന്നു. പ്രദേശം സന്ദർശിച്ച M രാജഗോപാലൻ MLAയും ജില്ലാ കളക്ടർ K ഇമ്പശേഖറും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഇടിഞ്ഞു വീണ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ അപകടം നടന്ന് മാസങ്ങൾ പിന്നിട്ടിട്ടും തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. അടുത്ത മഴക്കാലത്ത് വലിയൊരു ദുരന്തം തന്നെ ഉണ്ടായേക്കാമെന്ന ഭീതിയിലാണ് നാട്ടുകാർ. ന്യൂസ് 18 കാസർഗോഡ്. ഡോക്ടർ രവി പിള്ള ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ അക്കാഡമിക് എക്സലൻസ് സ്കോളർഷിപ്പ് വിതരണം ഈ മാസം 11-ന് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി സ്കോളർഷിപ്പ് വിതരണം ചെയ്യും. 10 കോടി രൂപയുടെ സ്കോളർഷിപ്പുകളാണ് ഈ വർഷം വിതരണം ചെയ്യുന്നത്. സെക്കൻഡറി സ്കൂൾ തലം മുതൽ പ്രൊഫഷണൽ കോളേജ് തലം വരെയുള്ള സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഡോക്ടർ രവി പിള്ള അക്കാഡമിക് എക്സലൻസ് സ്കോളർഷിപ്പ് നൽകുന്നത്. മഹാരാഷ്ട്രയിൽ നടന്ന 8ാമത് മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടി മലയാളി താരം ഗിരിശങ്കർ. കേരളത്തിന് വേണ്ടി സിംഗിൾസ് ഡബിൾസ് ഇനത്തിലാണ് സ്വർണ്ണ മെഡൽ നേടിയത്. ജപ്പാനിൽ നടക്കുന്ന ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ ഇതോടെ അവസരം ലഭിച്ചു. സദേൺ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷനിൽ ടിക്കറ്റ് പരിശോധകനാണ് ഗിരിശങ്കർ. തിരുവനന്തപുരം ഭഗവതി നട സ്വദേശി. ഇനി സ്പെഷ്യൽ ഡേ വിഷസിലേക്ക്. ഇന്ന് ആർക്കൊക്കെയാണ് സ്പെഷ്യൽ ഡേയ്സ് നോക്കാം. ഇടുക്കി സ്വദേശി ആന്റോണിയോ തോമസിന്റെ 1ാം പിറന്നാളാണ്. ആശംസകൾ അറിയിക്കുന്നത് അച്ഛൻ ബിബിനും അമ്മ ബിസ്മിയും കുടുംബാംഗങ്ങളും ഒക്കെയാണ്. മോന് ന്യൂസ് 18ന്റെയും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ ആന്റോണിയോ തോമസ്. തിരുവനന്തപുരം തൃജോതിപുരം സ്വദേശി പത്മജയുടെ പിറന്നാളാണിന്ന്. ആശംസകൾ അറിയിക്കുന്നത് മക്കൾ സഞ്ജുവും ഗീതയുമാണ്. ന്യൂസ് 18 കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ. രാവിലെയുടെ സമയം പൂർണ്ണമാവുകയാണ്. ഇനി പോലീസ് പെട്രോൾ.